Hello friends, welcome to SAT, Center Institution Center Madathambadi, free education to all. Please subscribe to our YouTube channel for new updated videos and also visit centerinstitution.blogspot.in. നമ്മൾ പഠിക്കാൻ പോകുന്നത് Organic Chemistry Part 1. The chapter is Organic Compounds, Naming and Isomerism. The topic to be covered in this lesson are Introduction, Homologous Series, Nomenclature, functional group, isomers, different types of structural isomerism. What is organic chemistry? എന്താണ് organic chemistry എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്? Organic means നമുക്കറിയാം organ, നമ്മുടെ അവയവങ്ങൾ അല്ലേ? Organic എന്ന് പറയുമ്പോൾ ശരിക്കും അർത്ഥമാക്കുന്നത് ജീവനുള്ളവ animals ഉണ്ട്, animals and plants, സസ്യങ്ങൾ, plants. ഈ animalsഉം പ്ലാന്റ്സും ഒക്കെ എന്താണോ ക്രിയേറ്റ് ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത്, അത്തരം കോമ്പൗണ്ടുകൾ നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുമായിരുന്നു. ഫോർ എക്സാമ്പിൾ അനിമൽസിന്റെ ഒരു വേസ്റ്റ് ആണ് യൂറിയ. ഓക്കെ, യൂറിയ. ഈ യൂറിയ ഒരു ഓർഗാനിക് കോമ്പൗണ്ടാണ്. ക്ലിയർ? അപ്പോൾ ഇത് നമുക്ക് ലാബിൽ ഉണ്ടാക്കാൻ പറ്റില്ല, ഇത് ജീവനുള്ള അനിമൽസ് ഉണ്ടാക്കുന്നതാണെന്നാണ് ആദ്യം വിചാരിച്ചിരുന്നത്. പിന്നീട് നമ്മൾ ഫ്യൂച്ചറിൽ നമ്മൾ ഭാവിയിൽ എന്താ പറയുക, ലാബിൽ നമ്മൾ യൂറിയ സിന്തസിസ് ചെയ്തു. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കെമിസ്ട്രി രണ്ടായി തിരിച്ചു, ഓർഗാനിക് എന്നും ഇൻഓർഗാനിക് എന്നും. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി അല്ലാത്തതൊക്കെ എന്താണ്? ഇൻഓർഗാനിക് ആണ്. ഇപ്പോൾ നമ്മുടെ സംശയം തീർന്നില്ല, ഓർഗാനിക് കെമിസ്ട്രി എന്താണ്? ഓർഗാനിക് കെമിസ്ട്രി, ഓർഗാനിക് എന്ന വാക്ക് ഉപയോഗിച്ചത് അനിമൽസിന്റെയും പ്ലാന്റ്സും സിന്തസിസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സ് കാർബോഹൈഡ്രേറ്റ്, അത്തരം കോമ്പൗണ്ടുകളെ ഓർഗാനിക് എന്ന് വിളിച്ചു. ജീവനില്ലാത്തവയെ നമ്മൾ എന്താണ്? ഇൻഓർഗാനിക് എന്ന് വിളിച്ചു. അപ്പോൾ വാട്ട് ഈസ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് ചോദിച്ച ഉത്തരം, ഓർഗാനിക് കെമിസ്ട്രി ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. ഇറ്റ് ഇൻവോൾവിംഗ് ദി സയന്റിഫിക് സ്റ്റഡി ഓഫ് ദി സ്ട്രക്ചർ, പ്രോപ്പർട്ടീസ് ആൻഡ് റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. ഓർഗാനിക് കോമ്പൗണ്ടിനെ കുറിച്ചുള്ള പഠനമാണ് എന്ത്? ഓർഗാനിക് കെമിസ്ട്രി. ആ ഓർഗാനിക് കോമ്പൗണ്ടിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, അതിന്റെ പ്രോപ്പർട്ടീസ് എങ്ങനെയാണ്, അതിന്റെ റിയാക്ഷൻസ്, പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നൊക്കെയാണ് ഓർഗാനിക് കെമിസ്ട്രിയിൽ നമ്മൾ പഠിക്കുന്നത്. സാറേ, അപ്പോൾ എന്താണ് ഓർഗാനിക് കോമ്പൗണ്ട്സ്? അങ്ങനെ ക്വസ്റ്റ്യൻ ഇല്ലേ? തീർച്ചയായിട്ടും. ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. An organic compound is one that has carbon as a principal element. For example, CH4. Name of this compound is methane. Okay, it is an organic compound. Why? Because it contains carbon. Another example is alcohol. ചാരായം, ലിക്കർ എന്നൊക്കെ പറയില്ലേ? ഓക്കെ, the formula is C2H5OH, ethanol. The chemical name is ethanol. Okay, it is an organic compound because it contains carbon. But carbon dioxide, is it an organic compound? Organic compound ആണോ? No, it is not an organic compound. അപ്പോൾ എല്ലാ കാർബൺ കോമ്പൗണ്ടുകളും ഓർഗാനിക് കോമ്പൗണ്ടുകൾ അല്ല, but majority of the carbon compounds are known as organic compounds. Clear? So organic chemistry deals only with the organic compounds. So our definition says that organic chemistry means the study of organic compounds. Organic compound means a compound containing carbon. മനസ്സിലായോ? Clear? And please note that carbon dioxide, carbon monoxide are not organic compounds. They are considered as inorganic compounds. Clear? So next question arises in our mind is why we study organic chemistry? Because medicines, നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിൻസ്
നമ്മുടെ മരുന്നുകൾ ഓർഗാനിക് കോമ്പൗണ്ടുകളാണ്. പെട്രോൾ ഓർഗാനിക് കോമ്പൗണ്ടാണ്. കോൾ കൽക്കരി ഓർഗാനിക് കോമ്പൗണ്ടാണ്. ദെൻ ക്ലോത്ത്സ് നമ്മുടെ പോളിസ്റ്റർ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റ് വസ്ത്രങ്ങളൊക്കെ എന്താണ് ഓർഗാനിക് കെമിസ്ട്രിയുടെ ഡെവലപ്മെന്റ് ഉണ്ടായതാണ്. ഡൈസ് നിറങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ഡെവലപ്മെന്റ് ഉണ്ടായതാണ്. അതുകൊണ്ട് ഡി എൻ എയുടെ ഘടകങ്ങൾ ഓർഗാനിക് കെമിസ്ട്രി ഉപയോഗിച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? സോ ഓർഗാനിക് കെമിസ്ട്രിയുടെ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ലൈഫിൽ മൊത്തമുണ്ട്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി എന്ത് ചെയ്യണം? പഠിക്കണം. Clear? Organic compounds, naming and isomerism. Visit part 2 for more. Thank you. Please subscribe to our YouTube channel for new updated videos. Thank you once again.